സാറേ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ കോൺഗ്രസിനായിരുന്നു ചെറിയ മുൻതൂക്കം, ഒരു മേൽക്കൈ. ഇപ്പോൾ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്തു തോന്നുന്നു? ഈ കോൺഗ്രസിന് ഒരു മേൽക്കൈ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? അതോ ഈ സന്ദീപിന്റെ വരവ് കോൺഗ്രസിന് തിരിച്ചടിയാകുമോ? ഈ കോൺഗ്രസിന് കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ രണ്ടിടത്ത് കഴിഞ്ഞു, ഇനി ഒരിടത്ത് നടക്കാനിരിക്കുന്ന ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലായിടത്തും മുൻതൂക്കം ഉണ്ടായിരുന്നു. പക്ഷേ ആ മുൻതൂക്കം അപ്രതീക്ഷിച്ച രീതിയിൽ അങ്ങോട്ട് കയറിയോന്ന് സംശയമുണ്ട്. ഇപ്പോൾ വയനാട് തന്നെ നോക്കാം. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്ക വാങ്ങും. 5 ലക്ഷം വാങ്ങും. വാങ്ങും. 5 ലക്ഷത്തിന് മുകളിലും പറയുന്നുണ്ട്, 6 ലക്ഷം വരെയും പറയുന്നുണ്ട്. മുഴുവൻ അങ്ങ് കൊണ്ടുപോകുമെന്ന് വരെ കോൺഗ്രസ്സുകാരന്മാർ പറയും. അങ്ങനത്തെമാരാണ് വോട്ട് ചെയ്തതിനെക്കാട്ടി കൂടുതൽ പറയും. അവർക്ക് വെള്ളിയാഴ്ച വ്യവസ്ഥിതി ഇല്ലാത്തവന്മാരാ കോൺഗ്രസ്സുകാരൻ. പിന്നെ അതുപോലെ പ്രിയങ്കയുടെ കന്നി അംഗമാണ്. അപ്പോൾ ആ കന്നി അംഗത്തിന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നെഹ്റു കുടുംബത്തിന് വാരിക്കോരി ഭൂരിപക്ഷം ഇവിടുന്ന് കൊടുക്കണമല്ലോ, അതുണ്ട്. അപ്പോൾ അങ്ങനെ അതൊരു അമിത പ്രതീക്ഷ. മറ്റൊന്ന്, ഈ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ടിരുന്ന ചേലക്കര നിയമസഭാ മണ്ഡലം, ആലത്തൂരിൽ പരാജയപ്പെട്ടു രണ്ടാമത് രമ്യ ഹരിദാസ്. ആ രമ്യയാണ് ഇവിടെ കൊണ്ടുവന്ന് ചേലക്കരയിൽ കൊണ്ടുവന്ന് നിർത്തിയത്. ചേലക്കരയിലെ 2016 മത്സരിച്ച് ജയിച്ച പ്രദീപ് കുമാറിനെയാണ് LDF രംഗത്തിറക്കിയത്. അന്ന് 10,200 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ 2021 രാധാകൃഷ്ണന് 40,000 വോട്ട് അടുപ്പിച്ച് ഭൂരിപക്ഷം നേടുകയും ചെയ്തു. പക്ഷേ ഇവിടെ ചേലക്കരയിൽ ഒരു ഭരണത്തിന് എതിരായിട്ടുള്ള ഒരു തിരിച്ചടി കിട്ടും എന്ന് CPM ഭയക്കുന്നുണ്ട്. പിന്നെ രമ്യ ഹരിദാസ് ഏക വനിതയാണ് അവിടെ മത്സരിക്കുന്നത്. അത് കോൺഗ്രസിന് ഒരു അനുകൂല ഘടകമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇനി അവിടെ ഒരു ജയസാധ്യത കോൺഗ്രസ് കാണുന്നുണ്ട്. അത് CPM-ന് ഉണ്ടാകാൻ പോകുന്ന വലിയ തിരിച്ചടിയാണ്. കാരണം ചേലക്കരെ അവർ ചോദിച്ചു വാങ്ങിച്ചതാണ്. തോൽവി ഉണ്ടായാൽ അത് പിന്നീട് പാർട്ടിയിൽ വലിയ ചോദ്യം ഉയരുകയും ചെയ്യും. പക്ഷേ ഇവിടെ കോൺഗ്രസ് അവിടെ വിജയിക്കും എന്നുണ്ടെങ്കിൽ ഒരു 2,000-3,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമായിരിക്കും വിജയം ഉണ്ടാകുന്നത്. ഇനി അഥവാ പ്രദീപ് കുമാറിൻ്റെ വിജയമാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ പോലും ഈ 2,000-3,000-നും താഴെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. BJP-യുടെ ബാലകൃഷ്ണൻ വോട്ട് അവിടെ 21-നേക്കാൾ കൂടുതൽ വോട്ട് വിഹിതം അവിടെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇനിയും അപ്പോൾ രണ്ടിടത്തും കോൺഗ്രസിൻ്റെ ഒരു വിജയസാധ്യത നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ നടക്കാൻ പോകുന്ന 20-ാം തീയതി നടക്കാൻ പോകുന്ന പാലക്കാട്ടേക്ക് വന്നാൽ തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി വരികയാണ് ചെയ്തത്. അവർക്കൊരല്പം പ്രതിയോഗിയായിട്ട് നിൽക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് കൃഷ്ണകുമാറാണ്. കാരണം 21-ലെ തെരഞ്ഞെടുപ്പിൽ അവിടെ BJP-ക്ക് 2-ാം സ്ഥാനം വന്നു. ഷാഫി പറമ്പിൽ 3,400-500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. LDF അവിടുന്ന് വാങ്ങിച്ചത് ഒരു CP പ്രമോദാണ്. 36,433 വോട്ടേ നേടിയിട്ടുള്ളൂ. ഷാഫി പറമ്പ് 54,079 വോട്ട്. ശ്രീധരൻ വാങ്ങിയത് 50,220 വോട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ CPM-ന്റെ തകർച്ച നോക്കണേ. അപ്പോൾ ശക്തമായ മത്സരം കോൺഗ്രസും BJP-യും കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ സന്ദീപ് വാര്യര് ഇതിനിടയ്ക്ക് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇനി 2 ദിവസമേ അവശേഷിക്കുന്നുള്ളൂ. ഇപ്പം സന്ദീപ് വാര്യര് മറുകണ്ഠം ചാടി വന്നതും ഒരു 2 ദിവസത്തിന് മുമ്പാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കോൺഗ്രസിന്റെ ഭൂരിപക്ഷം ഉയരുന്നു എന്നൊക്കെയാണ് ആദ്യം കണക്ക് കൂട്ടിയത്. പക്ഷെ അതിനകത്ത് തിരിച്ചടി ഉണ്ടാകുന്നു കോൺഗ്രസിന്. മറ്റൊന്നുമല്ല, ഈ സന്ദീപ് വാര്യർ നേരെ പോയത് ഇവിടെ കോൺഗ്രസിനകത്ത് ഈ ത്രിവർണ്ണ പതാകയൊക്കെ പുതച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത് ഈ പാണക്കാട്ട് തങ്ങളുടെ അടുക്കളയിലോട്ടാണ് കൊണ്ടുപോയത്, അവിടുത്തെ കുശിനിക്കാരനാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയുകയാണ്, കേരളത്തിലെ മതനിരപേക്ഷതയുടെ മതേതരത്വത്തിൻ്റെ മുഴുവൻ ഹോൾസെയിൽ കട നടത്തുന്ന ആളാണ്, എല്ലാവരും അവിടെ വന്ന് കുമ്പിട്ടോണമെന്ന് ഈ സന്ദീപ് വാര്യര് ഈ നട്ടലിന് ഉറപ്പില്ലാത്ത ഈ ശിഖണ്ഡി എന്നുള്ള സുരേന്ദ്രൻ ഉപയോഗിച്ച വാക്ക് തന്നെയാണ് കറക്റ്റ്. അതിനപ്പുറം ഏതെങ്കിലും വാക്ക് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അവിടെ പോയി കുമ്പിട്ടിരിക്കുന്നു.
എന്ത് ഉണ്ണാക്കനാണ് ഇയാൾ കാണിച്ചിരിക്കുന്നത്? ഇത്രയും നാളും ചാനലിൽ വന്നിരുന്ന് എന്താണ് വിളമ്പിക്കൊണ്ടിരുന്നത്? അങ്ങ് അടിച്ചു കയറുകയല്ലായിരുന്നോ? ഇവിടുത്തെ മറ്റേ ഈ മുസ്ലിം ലീഗ് ഇത്രയും കാലം മോദിക്കെതിരെ എന്താണ് പറഞ്ഞിരുന്നോണ്ടിരുന്നത്? ഫാസിസം, ഭരണകൂട ഭീകരത എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അവിടെ പോയി ഈ പാണക്കാട്ട് തങ്ങളുടെ കാല് നക്കിയാണ് സന്ദീപ് വാര്യർ. അതിനകത്ത് മാറ്റമില്ലാത്ത, ഇത് നക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, ഇനിയും കാല് തങ്ങളുടെ കാല് നക്കും, കുഞ്ഞാലിക്കുട്ടിയുടെ കാലും വരെയും നക്കേണ്ട ഗതികേടാണ് ഇനി സന്ദീപ് വാര്യർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എന്തു പറ്റും? ഇവിടുത്തെ പാലക്കാട്ടെ ഹൈന്ദവരുടെ വോട്ട് മുഴുവൻ മറിഞ്ഞു പോയി കഴിഞ്ഞു. ഇത് CPM നന്നായിട്ട് മനസ്സിലാക്കി. 2024 ആദ്യം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് എങ്ങനെ പോയി? അവര് മുസ്ലിം പ്രീണനം നടത്തി. ഈഴവരും ഹൈന്ദവരും ഒക്കെ പോയി. ക്രൈസ്തവരും നേരത്തെ പോയി. ക്രൈസ്തവർക്ക് ഈ UDF-ലും പോലും വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. കണ്ണൂരിലെ ബിഷപ്പ് പറഞ്ഞില്ലേ പാംപ്ലാനി BJP-യോട്, നിങ്ങൾ റബ്ബറിന് 300 രൂപ വില തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു MBA തരാമെന്ന് പറഞ്ഞു. ബിഷപ്പുമാരൊക്കെ ഒരുപാട് മാറിപ്പോയി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജോർജ് കുര്യനെ പോലുള്ള ഒരാൾ കേന്ദ്രമന്ത്രിയായിട്ട് വന്നു. കണ്ടിട്ടുണ്ടല്ലോ, വലിയ രീതിയിൽ ക്രിസ്ത്യൻ വിഭാഗം, ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് വലിയ തിരിച്ചടി കോൺഗ്രസിനുണ്ടാകുന്നു. മറ്റ് രണ്ടിടത്തും ചേലക്കരയിൽ വിജയം കൊയ്യും. അതിനും ആ സമയത്ത് സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് വരാഞ്ഞത് നന്നായി. എങ്കിൽ വലിയ തിരിച്ചടി അവർക്കുണ്ടാകുമായിരുന്നു. ഇതെന്ത് കാര്യത്തിനാണ് ഈ പാണക്കാട്ട് പോയത്? കേരളത്തിലെ കാര്യങ്ങൾ മുഴുവൻ തീർച്ചപ്പെടുത്തുന്നത്. എന്നിട്ടെന്താണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്? സർക്കാർ ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രവൃത്തികളാണ് ഞങ്ങളുടെ തങ്ങൾ ചെയ്യുന്നതെന്ന്. ഈ തങ്ങളാണോ കേരളം ഭരിക്കുന്നത്? ഇവർ കാണിക്കുന്നത് ഇവർ വെറും ഭരണത്തിന് വേണ്ടി മാത്രം ഓരോ പക്ഷം പിടിച്ചു നിൽക്കുന്നവരാണ്. ഇനി കേരളം ഭരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ UDF-നെ ഈ മുസ്ലിം ലീഗ് വിഴുങ്ങും, അത് ഉറപ്പായ കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 5ാം മന്ത്രി വേണമെന്നും പറഞ്ഞ് മുൾമുനയെ നിർത്തിക്കൊണ്ട് എന്ത് വിവാദം ഉണ്ടാക്കിയതാണ്. കൊടുക്കേണ്ടി വന്നില്ലേ? നട്ടല് വളച്ചു. ഇനിയും പാണക്കാട് തങ്ങൾ പറയും, നിങ്ങൾ കോൺഗ്രസിലെ ഇന്ന കാര്യങ്ങൾ, ഇന്ന സീറ്റ്, അടുത്ത തവണ ഇവർ സീറ്റ് കൂടുതൽ ചോദിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഉപമുഖ്യമന്ത്രി പദത്തിലൊക്കെ വരുമെന്നുണ്ടെങ്കിലും അതും ഇവർ മാറും. കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ഇവിടെ പിണറായി വിജയൻ മരുമോനെ മുഖ്യമന്ത്രിയായിട്ട് അരിയിട്ട് വാഴ്ച നടത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ അതിനപ്പുറം മോഹത്തിൽ നിൽക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി. ഇടയ്ക്ക് KM മാണി മോഹിച്ചു നടന്നില്ലേ? അത് KM മാണിയെ കൊണ്ടുവന്ന് നിർത്തിയതും ഒക്കെ നമുക്കറിയാവുന്നതാണ്. CPM തന്നെയാണ്. പാലം വലിച്ചതും ആരാണെന്നൊക്കെ അറിയാം. അപ്പൊ എന്തായാലും KM മാണിയെ ഒതുക്കിയതുപോലെ കുഞ്ഞാലിക്കുട്ടിയെ ഒതുക്കാൻ ബുദ്ധിമുട്ടാണ് അവർക്ക്. അല്ലല്ല, അതിനകത്ത് കോൺഗ്രസ്സുകാർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലീഗിന്റെ അടുക്കല് ഇവന്മാരെല്ലാം തന്നെ വളഞ്ഞു ഒടിഞ്ഞ് നിൽക്കത്തുള്ളൂ. അവർക്ക് എത്ര സീറ്റാണ്? കാരണം ഈ മലബാർ മേഖലയിൽ കോൺഗ്രസിന് വിജയിക്കണമെങ്കിൽ ലീഗിന്റെ കാരുണ്യം വേണം. ഇപ്പൊ CPIക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ CPM-ന്റെ കാരുണ്യം വേണ്ടേ? അതുപോലെ തന്നെ ലീഗിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഇപ്പം നിലമ്പൂരായാലും അതുപോലുള്ള പ്രദേശങ്ങളും ഒക്കെ തന്നെ വിജയിക്കാൻ. ജില്ലാടിസ്ഥാനത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ചില മണ്ഡലങ്ങൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലും ലീഗിന്റെ പിന്തുണയില്ലാതെ കോൺഗ്രസിന് ഒരു MLA പോലും വിജയിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ഈ സന്ദീപ് വാര്യരെ കൊണ്ട് ഈ കോൺഗ്രസിന് കുഴപ്പമുണ്ടാകുകയാണ്. ഈ വേലി കിടന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്ത സ്ഥലത്ത് വെച്ചെന്ന് പറഞ്ഞില്ലേ, അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഈ പോഴനെ കൊണ്ട് കോൺഗ്രസ് പാർട്ടി കയ്യിൽ വരാൻ പോകുന്ന സീറ്റ് പോലും ഇല്ലാതാക്കി തീർത്തിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. കാരണം ഇനി ഇത് ഹൈന്ദവ വിഭാഗം കണ്ടുകൊണ്ടിരിക്കത്തില്ല. അവരതിന് ശക്തമായ തിരിച്ചടി പാലക്കാട്ടും തന്നെ കൊടുക്കും. ഇതുകൊണ്ട് എന്ത് ചെയ്തു? സന്ദീപ് വാര്യർ ചാടിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു വിഭാഗീയതയിൽ നിന്നിരുന്ന BJP എല്ലാവരും കൂടെ അങ്ങ് ഒന്നിച്ചു. ശോഭാ സുരേന്ദ്രൻ അതിശക്തമായിട്ട് തന്നെ മണ്ഡലത്തിൽ ഉണ്ട് പാലക്കാട്. പലരും വിചാരിച്ചത് ശോഭാ സുരേന്ദ്രന് കൃഷ്ണകുമാറിന് അവിടെ സീറ്റ് കൊടുത്തുകൊണ്ട് ശോഭ അവിടെ വരില്ല, പ്രചാരണത്തിന് ഇറങ്ങില്ല എന്നൊക്കെ. ശോഭാ സുരേന്ദ്രൻ സന്ദീപ് വാര്യരെ എടുത്തിട്ട് അലക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ അതുപോലെ തന്നെ K സുരേന്ദ്രൻ ഒക്കെ തന്നെ മണ്ഡലത്തിൽ സജീവമായിട്ട് നിൽക്കുകയാണ്. K സുരേന്ദ്രന്റെ ആള് തന്നെയാണ് കൃഷ്ണകുമാർ, അവരുടെ വിഭാഗീയത. പക്ഷേ ഇപ്പോൾ തൽക്കാലം ആ വിഭാഗീയതയൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് കൃഷ്ണകുമാറിന്റെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കുകയാണ്
സന്ദീപ് വാര്യർ പോയതോടുകൂടി BJP നേട്ടമുണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.